അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനൊരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. അതായത് ബന്ദികളാക്കിയ ആളുകളെയൊക്കെ തന്നെ ഉടൻ റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഗാസയിൽ അതിരൂക്ഷമായ ബോംബാക്രമണം തുടരുകയാണ്. എങ്ങനെയാണ് ഇതൊക്കെ നോക്കിക്കാണുന്നത്? ഈ ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചത് മാതിരി ഇസ്രായേലിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയും മധ്യപൂർവേഷ്യയിൽ സംഘർഷ സാധ്യത കൂടുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ മധ്യപൂർവേഷ്യയിലേക്ക് ഉള്ള കാര്യങ്ങൾ നോക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറി ഉണ്ട്, വിറ്റ്കോഫ് ഇന്നലെ അത് അസന്നിഗ്ധമായി പറഞ്ഞു. വിറ്റ്കോഫ് പറയുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞത്, ഞാൻ ചുമതലയേൽക്കുന്ന ജനുവരി 20 മുമ്പ് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഭീകരർ, അതായത് ഏകദേശം വിദേശ പ്രതിനിധികളടക്കം 100ഓളം പേര് ഇപ്പോഴും വിട്ടുകിട്ടാൻ, അവരെ വിട്ടുകിട്ടിയില്ലെങ്കിൽ പിന്നെ ഹമാസിനെ പാഠം പഠിപ്പിക്കുന്നു. അത് പശ്ചിമേഷ്യയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഘർഷത്തിനല്ല, മധ്യപൂർവേഷ്യയിലേക്ക് പോലും ഒരുപക്ഷെ സംഘർഷം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ ട്രംപ് അദ്ദേഹത്തിന്റെ സ്വഭാവം കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്, പറഞ്ഞാൽ ചില കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇത്രയും കാലമായിട്ട് ഏകദേശം 2023 ഈ 250-ലേറെ ഗാസയുടെ തെക്കുകിഴക്കൻ ഭാഗത്ത് നിന്ന് അവിടുത്തെ സാധാരണക്കാരടക്കം ഉള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോയി ഒരു തടങ്കലിൽ വെച്ച്, അതിലിനി വിദേശികളടക്കം 100 പേരെയാണ് മോചിപ്പിക്കാനുള്ളത്. അത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനം തന്നെയാണ് ഹമാസ് കാണിച്ചിട്ടുള്ളത്. അപ്പം ഹമാസിനോട് കൊടുത്ത നിർദ്ദേശം ബെഞ്ചമിൻ നെത്യാഹു പറഞ്ഞത്, എന്നാണോ നിങ്ങൾ വിട്ടുതരുന്നത്, ഈ പ്രതിനിധികളെ വിട്ടുതരുന്നത്, അന്നേ ദിവസം ഞങ്ങൾ യുദ്ധം നിർത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ യുദ്ധം നിർത്താമെന്ന വാഗ്ദാനം പോലും ഹമാസ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇത്രയും അടി കൊണ്ടിട്ടും ഹമാസ് പഠിക്കുന്നില്ല. ശരിയാണ്. ഇപ്പോഴും ഇന്ന് രാവിലെയും വരുന്ന വാർത്തകൾ 40-ലേറെ പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ ബോംബ് ആക്രമണത്തിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭീകരവാദം ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സാധാരണക്കാരാണ്. യുദ്ധം ആർക്കും ഭൂഷണമല്ല, യുദ്ധം ഒന്നിന്റെയും അവസാനത്തെ പരിഹാരവുമല്ല. പക്ഷെ എന്നിട്ട് യുദ്ധോന്മുഖമായി നിൽക്കുന്ന അല്ലെങ്കിൽ ആ തരം മനസ്സുകളെ സൃഷ്ടിക്കുന്ന ഭീകരവാദം ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണർന്നു വരുന്നു എന്ന് മാത്രമല്ല, അതിനൊക്കെ പിന്നിൽ നിൽക്കുന്നത് ഇസ്ലാമിക ഭീകരവാദികളാണ് എന്നുള്ളത് ഒരു സത്യമാണ്. ലോകത്തിന് ഏത് ഭാഗത്ത് നോക്കിയാലും കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ, അതാണ് ഇസ്ലാമിന്റെ ഒരു പങ്ക് അതിനകത്തുണ്ടാവും. അല്ല, അവരെ ഈ വിശുദ്ധ യുദ്ധം എന്ന പേര്, ജിഹാദ്, അതെ, അതിട്ടാണല്ലോ വിളിക്കുന്നത്. അത് ആ യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മതപരമായ ഉയർച്ച അല്ലെങ്കിൽ ഉന്നതി, സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ട്രോളർമാർ പറയുന്നത് പോലെ ഹൂറികളെ കിട്ടും, അല്ലെ, ആ രീതിയിലൊക്കെയാണല്ലോ അവരുടെ ഒരു. സ്വർണ്ണ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളിലാണ് സുഖസൗകര്യം. തേനും പാലും ഇങ്ങനെ പുഴ പോലെ ഒഴുകും, മദ്യം ഇങ്ങനെ ഒഴുകും. സുന്ദരികളായ ഹൂറിമാര് നിങ്ങളെ ഇങ്ങനെ തടവാനും നിങ്ങളെ ശുശ്രൂഷിക്കുവാനും ഒരാൾക്ക് 10-72 ഹൂറിമാരെ കിട്ടും എന്നൊക്കെ പറയും. ചെറുപ്പക്കാരൊക്കെ എന്നാ പിന്നെ അങ്ങ് ചെയ്ത് കളയാന്ന് പറഞ്ഞിട്ട് അന്യമത വിദ്വേഷം പരത്തുന്ന ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം വാക്കുകൾ നമുക്ക് ഒരു മതത്തിനെ ആക്ഷേപിച്ച് പറയാൻ വേണ്ടിയല്ല, പക്ഷെ എവിടെ നോക്കിയാലും ഇത്തരം കലാപ സാധ്യത കാണുന്നു. യാഥാർത്ഥ്യം ഇതാണ്. ആ കലാപ സാധ്യത ഉള്ളിടത്തെല്ലാം ഇസ്ലാമിന്റെ പങ്ക് തീരെ ചെറുതല്ല. ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായി ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട ശബ്ദം പോലും വരുന്നില്ല എന്നുള്ളതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഈ ഇത്തരം കാര്യങ്ങൾക്ക് മൗനാനുവാദം കൊടുക്കുന്ന പോലെയാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. ഇപ്പം കേരളത്തിലെ മുസ്ലിം ലീഗ്, നമ്മുടെ വിഷയം അതല്ലെങ്കിലും പറയാം, ഇതിന്റെ കൂടെ പറഞ്ഞു പോകേണ്ടതാണ്. കേരളത്തിലെ മുസ്ലിം ലീഗ് ഇപ്പം പാണക്കാട് ശിഹാബലി തങ്ങൾ, പാണക്കാട് വലിയൊരു തറവാടാണ്. ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ചൊവ്വാഴ്ചയും അവിടെ എത്തി അവിടെ നിന്ന് ഉടുക്കൊക്കെ കെട്ടിയിട്ട് സാന്ത്വനം തേടി വരുന്നതാണ്. എല്ലാ മതസ്ഥരും വരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് പോലെ ഈ കാണിക്കുന്നത് തെറ്റാണ്, ഹമാസ് കാണിക്കുന്നത് തെറ്റാണ്, കാണിച്ചത് തെറ്റാണ്. അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദം മുസ്ലിമിനെ നശിപ്പിക്കുന്നു, ഇസ്ലാമിന്റെ അന്തസ്സ് കെടുത്തുന്നു, നമ്മുടെ ഈ സ്നേഹവും ദയയും കരുണയും കാരുണ്യവും ഒന്നും പുറം ലോകം വിലക്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനെ നിർത്താനൊരു ആഹ്വാനം ചെയ്യാൻ തയ്യാറാവുന്നില്ല. പൂർണ്ണമായി അത് പാലസ്തീൻ ഒരു മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് ആ രാജ്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുക എന്നത് മാത്രമേ ഇവിടെയുള്ള രാഷ്ട്രമായി തന്നെ പിന്തുണയ്ക്കുക. അതുകൊണ്ട് ഹമാസ് കാണിച്ച 250 എന്താ യുദ്ധത്തിന് തുടക്കം. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഗാസ മുനമ്പ് വളരെ ശാന്തമായിരുന്നു, നമുക്കറിയാം.
കുറെ കാലമായിട്ട് ഗാസ മുൻപ് ശാന്തമായിരുന്നു. അവിടെ ഏകപക്ഷീയമായി ആക്രമണം നടത്തിയതും ഈ 250ഓളം ബന്ദികളെ തടവിലാക്കിയതും ഹമാസായിരുന്നു. ഹമാസിന്റെ കടന്നാക്രമണത്തെ പ്രതിരോധിക്കുകയാണ് ഇസ്രായേൽ തുടക്കമിട്ടത് ഹമാസാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ ബന്ദികളെ മുഴുവൻ വിട്ടു തന്നാൽ, ബെഞ്ചമിൻ നെതന്യാഹു അടിവരയിട്ട് പറയും, എന്നാണോ ബന്ദികളെ വിട്ടുതരുന്നത് അന്ന് ഞങ്ങൾ യുദ്ധം നിർത്താം. എന്തുകൊണ്ടാ ബന്ദികളെ വിട്ടുകൊടുത്തുകൊണ്ട് യുദ്ധം നിർത്തിക്കൂടാ? അപ്പൊ ഇവർ യുദ്ധം മോഹിക്കുന്നു. അടികൊള്ളാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എന്നെ അടിക്കുന്ന വിളിക്കുന്ന കുട്ടിയുടെ നിലവിളി പോലെ ചോദിച്ചു വാങ്ങുകയാണ്. സംഘർഷാത്മക അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. അടി ചോദിച്ചു വാങ്ങിച്ചിട്ട് അടി കിട്ടുമ്പോൾ വിലപിക്കുകയും അതിന്റെ പേര് ആൾക്കൂട്ടം ചുറ്റും നിൽക്കുന്ന ആളുകൾ ആ അടികൊണ്ട കുട്ടിയെ സഹായിക്കുന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു സന്ദർഭമാണ് ഇസ്രായേൽ കാണുന്നത്. ഇതിനിടെ ഇറാന്റെ ചില നീക്കങ്ങൾ നമ്മൾ കണ്ടു. ഇറാൻ ഇസ്രായേൽ അത്തരം സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത അല്ല. ഇറാനും ലെബനും ഒക്കെ ഇസ്രായേലിനെ എതിരെ ഒരുപാട് നിലപാടുകൾ എടുത്തവരാണ്. ലെബനന്റെ ഏകദേശം കാൽഭാഗത്തോളം ഇസ്രായേൽ അടിച്ചു പൊളിച്ചു തിരിച്ചു കൊടുത്തു. അപ്പൊ ലെബൻ ഇപ്പൊ ഒന്ന് കുറച്ചൊതുക്കി ഇരിങ്ങിയിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഇറാൻ ലെബനനെ സഹായിച്ചുകൊണ്ട് ഇറാനും ലെബനും കൂടി ഇസ്രായേലിനെ ആക്രമിച്ച മിസൈൽ ആക്രമണം നടത്തിയ രംഗം വന്നിട്ടുണ്ട്. പക്ഷെ ഇസ്രായേൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇസ്രായേൽ പറയുന്നു, പരമാവധി അവസാനത്തെ ഭടൻ തീരുന്നത് വരെ ഞങ്ങൾ പൊരുതും എന്നുള്ള നിലപാടിലാണ്. പക്ഷെ ഞങ്ങളുടെ പൗരന്മാരെ വിട്ടുകിട്ടും. അതൊരു മാന്യമായിട്ടുള്ള അവരുടെ നിർദ്ദേശമാണ്. ഞങ്ങളുടെ പൗരന്മാരെ, ഇന്ത്യയുടെ പൗരന്മാരെ എവിടെയെങ്കിലും തടങ്കലിൽ വെച്ച് വിലപേശിയാൽ എന്താ ഇന്ത്യയുടെ നിലപാട്, ഭാരതത്തിന്റെ നിലപാട് എന്താ? ശക്തമായി പ്രതികരിക്കും. അതുപോലെ ഇസ്രായേൽ പ്രതികരിക്കുന്നു. ഇസ്രായേൽ പറഞ്ഞല്ലോ, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞല്ലോ, ഞങ്ങളുടെ പൗരന്മാരെ വിട്ടുതരൂ, ഞങ്ങൾ യുദ്ധം നിർത്താം. എന്തുകൊണ്ട് ഹമാസ് സ്വീകരിക്കുന്നില്ല? ആ പശ്ചാത്തലത്തിൽ റൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം വളരെ ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യ വീണ്ടും പുകയാൻ പോകുന്നു. പശ്ചിമേഷ്യയും മധ്യപൂർവേഷ്യയും സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പോകും. ഈ ജനുവരി 20 കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റാൽ ചിലപ്പോൾ ഈ കളിയൊക്കെ മാറുമായിരിക്കും. തീർച്ചയായിട്ടും ജനുവരി 20 കഴിഞ്ഞാൽ ഈ ശൈലി തന്നെ മാറും. അത്യാധുനിക ആയുധങ്ങളും മറ്റും കൊടുത്തുകൊണ്ട് ഇസ്രായേലിനെ കരുത്തുകൂട്ടി ഇസ്രായേൽ വീണ്ടും ഹമാസിനെ നിലംപരിശാക്കാൻ വലിയ ഒരു ആക്രമണ പദ്ധതി തന്നെ നടത്തിക്കൂടാ എന്നില്ല. ആ രീതിയിൽ വേണം ട്രംപിന്റെ ഈ നിർദ്ദേശത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനത്തെ കാണേണ്ടത്. സമാധാനം ആഗ്രഹിക്കുന്ന ഈജിപ്ത് അടക്കമുള്ള ആളുകളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രങ്ങളുണ്ട് എങ്കിൽ, ആ ഇസ്രായേലിന് ചുറ്റും നിൽക്കുന്ന 5 മുസ്ലിം രാഷ്ട്രങ്ങൾ ചേർന്നുകൊണ്ട് സമാധാനത്തിന്റെ പാത സ്വീകരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഹമാസിനോട് പറയേണ്ടത്, നിങ്ങൾ ആ ഭീകരർ പിടിച്ചു വെച്ചിട്ടുള്ള തടവിലാക്കിയിട്ടുള്ള ആളുകളെ മോചിപ്പിക്കുക, നിർദാക്ഷിണ്യം തടവിലാക്കിയിട്ടുള്ള ആളുകളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല. അപ്പം സംഘർഷം ആഗ്രഹിക്കുന്നു. സംഘർഷത്തിലൂടെ ഒരു എന്താ പറയാ, ഈ ലോകം മുഴുവൻ ഒരു ഞങ്ങൾ ഇരകളാണ്, മുസ്ലിങ്ങൾ അന്താരാഷ്ട്ര രംഗത്ത് മുസ്ലിങ്ങൾ ഇരകളായിക്കൊണ്ടിരിക്കുന്നു, വേട്ടക്കാരും വേറെ ആരോഗ്യമാണ് എന്നുള്ള ഇരവാദം മുഴക്കാൻ ഉള്ള ശ്രമമാണ് ഇതിന്റെ പുറകിലുള്ളത്. അതിനെ എന്തായാലും റൊണാൾഡ് ട്രംപ് വളരെ ശക്തമായി തന്നെ നേരിടും. അദ്ദേഹത്തിന്റെ പ്രസ്താവന അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.